ദേവസ്വം ബോർഡിലെ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഭരിച്ചിരുന്ന അധികം റീലുകളും അദ്വൈതം എന്ന സിനിമയിലേതായിരുന്നു. എന്നാൽ അത്തരം റീലുകൾക്ക് വളരെയേറെ സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു 1996 പുറത്തിറങ്ങിയ മഹാത്മ. അതിന്റെ മെയിൻ കാരണം ഈ രണ്ട് സിനിമകളും എഴുതിയിട്ടുള്ളത് ടി ദാമോദരനാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാജി കൈലാസ്. ചെറുപ്പത്തിൽ ഈ സിനിമ കണ്ട സമയത്ത് ഇതിന്റെ കഥയെക്കുറിച്ചൊന്നും വലിയ പിടി എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ പേര് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്ന 4 സീനുകളായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ സുരേഷ് ഷൂട്ട് ചെയ്യുന്ന സീൻ, രമ്യകൃഷ്ണന്റെ ഐറ്റം സോങ്ങിന്റെ ലാസ്റ്റ് ആയിട്ട് സുരേഷ് ഗോപി നല്ല സ്ലോ മോഷനിൽ നടന്നു വരുന്ന സീൻ, ഒരു അമ്പലത്തിന് മുറ്റത്ത് നിരാഹാരം കിടക്കുന്ന ഗണേഷ് കുമാറിന്റെ ഒരു ക്യാരക്ടറും അതിന്റെ തൊട്ടടുത്ത സീനിൽ തന്നെ അദ്ദേഹത്തിനോട് പൂനൂല് പൊട്ടിച്ചെറിയാൻ പറയുന്ന സുരേഷ് ഗോപിയുടെ ഒരു സീനും, അതുപോലെ സുരേഷ് ഗോപി ലാസ്റ്റ് ആയിട്ട് ഒരു കാർ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു സീനും. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സുരേഷ് ഗോപി ചിത്രത്തിൽ സിനിമയിൽ 4-5 ഹൈ മൊമെന്റ്സിലായിരിക്കും അദ്ദേഹത്തിന്റെ നെടുനീളം ഡയലോഗുകൾ. പക്ഷേ ഈ സിനിമയിൽ പുള്ളി വരുന്ന എല്ലാ സീനിലും നല്ല ലെങ്തി ഡയലോഗുകളാണുള്ളത്. അതുപോലെ ഈ പടം പോണ വഴി ഒരു പിടുത്തം കിട്ടാത്ത വഴിയാണ്. അതായത് ഇപ്പോൾ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് മുമ്പുള്ള സീൻ നമ്മൾ എന്താണെന്ന് മറന്നുപോകും. സിനിമയുടെ തുടക്കത്തിൽ ഒരു അണ്ടർവേൾഡ് ഡൗൺ കൺഫെഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വീഡിയോ കേൾക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്ക്, ആദ്യം അദ്ദേഹം ജയിലിൽ കിടക്കും. ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് പുള്ളി ഒരു നക്സലൈറ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ഒരു സിൻഡിക്കേറ്റിന്റെ തലവനാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അത്ഭുതമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിൽ ഈ സിൻഡിക്കേറ്റിനെ കുറിച്ച് പറയുന്നത് ഒരു പുതുമ തന്നെയായിരുന്നു. അതുപോലെ കേരള രാഷ്ട്രീയത്തിനെ കുറിച്ചും ദേവസ്വം ബോർഡിലെ കള്ളത്തരങ്ങളെ കുറിച്ചും പിന്നെ റിസർവേഷൻ, അങ്ങനെ കുറെ ടോപ്പിക്കുകളെ കുറിച്ച് ഈ സിനിമ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കാണുന്ന ഒരു സീനിന്റെ തൊട്ട് മുമ്പത്തെ സീൻ എന്തായിരുന്നു നമ്മൾ ചിലപ്പോൾ മറന്നു പോകാനും സാധ്യതയുണ്ട്. അതുപോലെ ഗണേഷ് കുമാറിന് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വില്ലൻ കഥാപാത്രം അത് ഈ സിനിമയിലായിരിക്കും. ഈ സിനിമയിലെ ആദ്യത്തെ സിൻഡിക്കേറ്റ് തലവനെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും എന്തായാലും ഗണേഷ് കുമാറിനെ വില്ലനാക്കിയത് നന്നായിരുന്നു. സോ ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ സിനിമയുടെ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലൊരു പാട്ട് സീനിൽ നമ്മുടെ പഴയ മംഗലാംഗ് എന്ന് പറഞ്ഞതിനെയും കാണാൻ പറ്റി.